പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. ഇതാ ജീവിക്കുന്ന കർത്താവ് ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയമാണ്. നമ്മുടെ ബുദ്ധിയോ നമ്മുടെ കഴിവോ നമ്മുടെ പരിശ്രമമോ നമ്മുടെ അധ്വാനത്തിനപ്പുറം ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന സമയമാണിത്. കർത്താവേ, ഈ ആരാധനയിൽ പങ്കുചേർന്ന് ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുണ്ട്. എന്തൊക്കെയാണ് ഈ മക്കൾ കടന്നു പോകുന്ന പ്രശ്നങ്ങളെന്ന്, പ്രതിസന്ധികളെന്ന് ഈശോയെ നിനക്കറിയാം. വല്ലാത്ത ദുഃഖത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ജീവിതത്തെ വല്ലാതെ ഭ്രമിപ്പിക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന ദുരനുഭവങ്ങളുടെയൊക്കെ നടുവിൽ കടന്നു പോകുന്ന മക്കൾ ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. വർഷങ്ങളുടെ കണ്ണുനീരും പ്രാർത്ഥനയും ഒക്കെ വിഫലമായി പോയോ എന്നുള്ള ഭാരം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന മക്കളുണ്ടാകാം. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്നോർത്ത് ദൈവത്തോട് പോലും പരാതി പറയുന്ന മക്കൾ ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ടാകാം. ഇന്നലകളിൽ ജീവിതത്തിൽ സംഭവിച്ച ചില നഷ്ടങ്ങൾ, ചില പരാജയങ്ങൾ, ചില ദുരനുഭവങ്ങൾ ഒക്കെ ഇന്നും ജീവിതത്തെ വേട്ടയാടുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം. മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധികൾ, തടസ്സങ്ങൾ ഒക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്നവർ ഈ ആരാധനയിൽ പങ്കുചേരുന്നുണ്ടാകാം. ഈശോയെ, നിൻ്റെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു പിടിക്കുന്ന നിമിഷമായി ഈ നിമിഷങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരുണയിൽ ചേർത്ത് നിർത്തുന്ന നിമിഷങ്ങളായി ഈ നിമിഷങ്ങൾ തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ലോകമെമ്പാടും ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ വേദനകളോടും കണ്ണുനീരോടും സഹനത്തോടും നൊമ്പരത്തോടൊക്കെ ചേർത്ത് നിർത്തി തമ്പുരാനെ, ഞങ്ങൾ ഒരുമിച്ച് ഈ നിമിഷം നിന്നെ ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് ഈ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് മുട്ടുകുത്തിയോ സ്വസ്ഥാനങ്ങളിലിരുന്നോ എഴുന്നേറ്റ് നിന്നോ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയത്തിൽ എഴുതിയിടേണ്ട വചനമാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം. അനേകർ സൗഖ്യമെടുത്ത വചനമാണ്. അനേകർക്ക് ജീവിക്കാൻ പ്രേരണ നൽകിയ വചനമാണ്. അനേകരെ ഇന്നും തകരാതെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളിലും വേദനകളിലും പിടിച്ചു നിൽക്കാൻ കരുത്ത് നൽകിയ വചനമാണ്. അതുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഇത് എഴുതിയിടണം. റോമ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. വചനം പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, എല്ലാം ദൈവം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിന് രണ്ട് കാര്യങ്ങൾ അതിനു മുമ്പ് സംഭവിക്കേണ്ടത് വചനം പറയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കാണ് എല്ലാം അവിടെ നിന്ന് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നത്. ഈ ആരാധനയിൽ പങ്കുചേരുമ്പോൾ നീ കടന്നു പോകുന്ന അവസ്ഥകൾ എന്തുവാകട്ടെ, ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങളും തകർക്കപ്പെട്ട അനുഭവങ്ങളൊക്കെ പേറി കടന്നു പോകുന്ന മകനോ മകളോ ആകട്ടെ, വിശ്വസിക്ക്, ഈ അനുഭവത്തെ നന്മയ്ക്കാക്കി മാറ്റാൻ കഴിയുന്ന
തമ്പുരാൻ്റെ മുമ്പിലല്ലേ നീ ഇപ്പോൾ നിൻ്റെ കണ്ണുനീർ വാർത്ത് കരയുന്നേ, നിൻ്റെ ഹൃദയവേദന വ്യഥകൾ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുന്നേ, ആരോടും പറഞ്ഞിട്ടില്ലാത്ത പങ്കുവച്ചിട്ടില്ലാത്ത മനസ്സിൽ പോലും ഉത്തരം കിട്ടാത്ത ചില ജീവിതത്തിൻ്റെ ആഴമേറിയ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുന്നത് ആ കർത്താവിൻ്റെ മുമ്പിലല്ലേ? ഈശോ പറയുന്നൊന്ന് കേട്ടെ, തന്നെ സ്നേഹിക്കുന്നവർക്ക്, പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം അവിടുന്ന് നന്മയ്ക്കായി പരിണമിപ്പിക്കും. ഇതെന്നെ ശ്രമിക്കുന്ന ഓരോ മകനും മകളും ഒന്ന് ഹൃദയത്തിൽ എഴുതിയിടാവോ? ചുമ്മാ ബുദ്ധിയിലോ ചിന്തയിലോ എവിടെയെങ്കിലും കേട്ടു മറന്ന വചനമായി മാറാതെ ഇത് ഹൃദയത്തിൽ എഴുതിയിട്ടാൽ, മോളെ മോനെ, നീ കടന്നു പോകുന്ന, ഇപ്പോൾ നിന്നെ തകർത്ത് കളഞ്ഞു എന്ന് നീ ചിന്തിക്കുന്ന ഈ ദുരനുഭവത്തെ പോലും നന്മയ്ക്കാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. 2 കാര്യങ്ങളെ പറയുന്നുള്ളൂ. 1, അവിടുത്തെ സ്നേഹിക്കുക. 2, അവിടുത്തെ പദ്ധതിക്ക് വിധേയപ്പെടുക. ഈ 2 കാര്യങ്ങളും നടക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും ജീവിതത്തിൻ്റെ തിന്മയിൽ നിന്നും, അസ്വസ്ഥതകളിൽ നിന്നും, ആകുലതകളിൽ നിന്നും, നിരാശകളിൽ നിന്നൊക്കെ നമുക്ക് പുറത്തു വരാൻ പറ്റാതെ പോകുന്നത്. ദൈവത്തെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിക്കാൻ പറ്റിയാൽ, അവൻ്റെ പദ്ധതിക്ക് ജീവിതം സമർപ്പിച്ചിട്ട് പൂർണ്ണമായി വിധേയപ്പെടാൻ പറ്റിയാൽ, നിന്നെ ഇങ്ങനെ കയ്യിൽ കർത്താവ് താങ്ങി നടത്തും. സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ ചേർത്ത് നിർത്തും. അത് വിശ്വസിക്ക്. ഉണ്ട് ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവരും ഒരു നിമിഷം കരങ്ങൾ രണ്ടും തുറന്ന് യാചനാപൂർവ്വം പിടിച്ച്, ദൈവമേ, ഞങ്ങൾ ഈ വചനം വിശ്വസിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് പറയാവോ? ഈ വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ കടന്നു പോകുന്ന ഈ അനുഭവത്തെ, ഈ വേദനയെ പുഞ്ചിരിയാക്കി മാറ്റാൻ, സന്തോഷമാക്കി മാറ്റാൻ നിനക്ക് പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവ്, ഇന്ന് കടന്നു പോകുന്ന തിന്മയെന്ന് തോന്നുന്ന ഈ അനുഭവത്തെ നന്മയ്ക്കാക്കി മാറ്റാൻ നിനക്ക് പറ്റുമെന്ന് വിശ്വസിക്കുന്നു എന്ന് ഹൃദയത്തിലൊന്ന് പറയാവോ? ഈ വിശ്വാസം തരുന്ന ഒരു ധൈര്യമുണ്ട്. ഈ വചനം ഏറ്റു പറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്. ഇപ്പോൾ കടന്നു പോകുന്നത് കഠിനമേറിയ വേദനകളാകാം, വല്ലാതെ ഭാരപ്പെടുത്തുന്ന വിഷയമാകാം, ജീവിതത്തെ പിടിച്ച് തകർത്ത് കളയുന്ന അനുഭവങ്ങളാകാം, കുടുംബ ബന്ധങ്ങളെ, കുടുംബത്തിൻ്റെ സമാധാനത്തൊക്കെ വല്ലാതെ തല്ലിക്കെടുത്തിയ ഒരു അനുഭവത്തിലൂടെയാകാം ഇപ്പോൾ കടന്നു പോകുന്നത്. വിശ്വസിക്ക്, അവിടത്തെ സ്നേഹിക്കാൻ തയ്യാറാക്, അവിടുത്തെ പദ്ധതിക്ക് പൂർണ്ണമായി വിധേയപ്പെട്ടിട്ട് പറ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ തിരുവിഷ്ടം നിറവേറട്ടെ എന്ന് പറയാൻ തീരുമാനമെടുക്കുമ്പോൾ എല്ലാം നന്മയ്ക്കാക്കി മാറ്റാൻ നിൻ്റെ കർത്താവിന് പറ്റും. ഈശോയെ, നീ കടന്നുപോയ സഹനങ്ങൾ, കാൽവരിയോളം നീ സഹിച്ച സഹനങ്ങൾ, കുരിശിൽ അവസാനത്തുള്ളി രക്തവും ചിന്തി നീ സഹിച്ചപ്പോൾ, അയ്യോ, നിന്റെ സഹനത്തിൻ്റെ തീവ്രതയോർത്ത് ഞങ്ങൾ വേദനിച്ചിട്ടുണ്ടാകാം, അനേകർക്ക് വിഷമുണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ആ സഹനത്തിലൂടെയാണല്ലോ, ആ കുരിശുമരണത്തിലൂടെയാണല്ലോ നീ ലോകത്തിൻ്റെ രക്ഷ സാധ്യമാക്കിയത്. കുരിശുമരണത്തെ പോലും ലോകത്തിൻ്റെ രക്ഷയുടെ സാധ്യതയാക്കി മാറ്റാൻ തമ്പുരാനെ നിനക്ക് പറ്റിയില്ലേ? ശാപത്തിൻ്റെ ചിഹ്നമായിരുന്ന കുരിശിനെ ലോകത്തിൻ്റെ രക്ഷയുടെ അടയാളമാക്കി മാറ്റാൻ നിനക്ക് സാധിച്ചല്ലോ. ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്നത് ഒരുപക്ഷെ ശാപഗ്രസ്തമായ അവസ്ഥയിലാകാം. മുന്നോട്ടൊരു വെളിച്ചം കിട്ടാതെ അന്ധകാരത്തിൽ തപ്പി തടയുന്നവരാകാം ഞങ്ങൾ. പക്ഷേ ഈ അനുഭവത്തെ ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കാക്കി മാറ്റാൻ കഴിയുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണല്ലോ ഞങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. കർത്താവേ, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ, മനസ്സുരുകി നിന്നെ വിളിക്കാൻ, ജീവിതം, കുടുംബം, സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ആകുലതകൾ, അസ്വസ്ഥതകൾ എല്ലാം നിന്റെ സന്നിധിയിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാൻ, ദൈവമേ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ രണ്ടും സ്വർഗത്തിലേക്ക് ഉയരട്ടെ. തമ്പുരാന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ജീവിക്കുന്നവനായ ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കുമെന്നല്ലേ വചനം ചോദിക്കുന്നേ? എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ, ഇഫ് ഗോഡ് ഈസ് വിത്ത് മീ ഹു ക്യാൻ ബി അഗൻസ്റ്റ് മീ, എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതാ നിന്റെ പക്ഷം ചേർന്ന് ഞങ്ങൾ നിൽക്കുന്ന സമയമാണ്. നിന്റെ വലതുകര ഞങ്ങൾ പിടിക്കുന്ന സമയമാണ്. സ്നേഹത്തിൽ നിന്നോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന സമയമാണ്. ദൈവമേ,
ഞങ്ങളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്നും നിന്റെ സ്നേഹം വാഗ്ദാനം ചെയ്യുന്ന അനുഗ്രഹങ്ങളിലേക്ക് നീ ഞങ്ങളെ കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിക്കണമേ. കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കണ്ണുനീരിൻ്റെ, വേദനയുടെ, സങ്കടത്തിൻ്റെ, തീരാ ദുഃഖത്തിൻ്റെ നടുവിൽ നിന്ന് ദൈവമേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. കുടുംബമായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. യേശുവേ, കരുണ കാണിക്കണമേ. കർത്താവേ, കരുണ കാണിക്കണമേ. ഈശോയെ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ, പ്രത്യാശ അടഞ്ഞുപോയ എല്ലാ അനുഭവങ്ങളിലേക്കും ഈശോയെ നിന്റെ കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈശോയെ ആരാധന. ഈശോയെ ആരാധന. കരങ്ങൾ കൂപ്പി നിലവിളി കേൾക്കുന്ന ദൈവമേ, ഈശോയെ യാചന കേൾക്കണമേ. ആമേൻ. നിലവിളി കേൾക്കുന്ന ദൈവമേ, യാചന കേൾക്കണമേ. എൻ്റെ ഈശോയെ, കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോ കരം പിടിച്ചുയർത്താൻ നീ വരേണമേ. ഈശോ, കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോ കരം പിടിച്ചുയർത്താൻ നീ വരേണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുമേലായിരിക്കുന്നു. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ വേദനകളും സങ്കടങ്ങളെല്ലാം ഏറ്റെടുത്ത് തമ്പുരാന് നന്ദി പറയാം. ആർക്കെല്ലാം വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുവോ, നിങ്ങളുടെ കുടുംബം, മാതാപിതാക്കൾ, മക്കൾ, കൂടപ്പിറപ്പുകൾ, ആരൊക്കെ നിങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ടോ അവരെയൊക്കെ ആത്മന ഈ ദിവ്യകാരുണ്യ ആശീർവാദ സമയത്ത് ചേർത്ത് നിർത്തി എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കരുണയൊഴുകാൻ ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേ ആരാധന.